നമസ്കാരം. ഗോവിന്ദവനം ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കാറിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്താണ് കോക്പിറ്റുകൾ എന്നുള്ളതാണ്. അപ്പം കോക്പിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പിട്ട് ഒരു ഡ്രൈവർ അനുവർത്തിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെയാണ് കോക്പിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം അത് കോക്പിറ്റുകൾ എന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റിൽ പൈലറ്റ് ഇരിക്കുന്ന ക്യാബിനെയാണ് കോക്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ വാഹനത്തിൽ നമ്മൾ ഡ്രൈവർ കയറിയിരിക്കുന്ന ഭാഗത്തെയും കോക്പിറ്റ് എന്ന് ആ ഒരു കാറ്റഗറി തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തി പറയേണ്ടത്. അപ്പം ഒരു വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ആദ്യം വാഹനത്തിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടത്. ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ റൗണ്ട് ചെയ്ത് വാഹനത്തിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ റൗണ്ട് ചെയ്താണ് വണ്ടിയിലോട്ട് പ്രവേശിക്കേണ്ടത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നതിന് ശേഷം ഡോറെല്ലാം അടഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ വാഹനത്തിൽ ചുറ്റി വന്നതിന് ശേഷം ഡോറ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഡോറ് തുറക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടും ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിന് DSSM എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. കോക്പിറ്റിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ തടസ്സങ്ങളാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പിട്ട് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം വാഹനത്തിൻ്റെ ഇടതുവശത്തൂടെ ചുറ്റിയാണ് നമ്മൾ റൈറ്റ് സൈഡിലെ ഡോറ് തുറന്ന് കയറുന്നത്. ഓക്കെ, അതേപോലെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചുറ്റി വരുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ഏതെങ്കിലും ഡോറുകൾ അടഞ്ഞിട്ടുണ്ടോ തുറന്നിടക്കണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ഈ ഡോർ തന്നെ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് തുറന്നിടക്കായിരുന്നു. അപ്പം നമ്മൾ ഈ ഡോർ അടച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് പോകേണ്ടത്. അതേപോലെ വാഹനത്തിൻ്റെ ഇടതുവശത്തൂടെ നമ്മൾ ചുറ്റി വന്നതിന് ശേഷം ഇപ്പം വാഹനം റോഡ് സൈഡിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ ഇടതുവശത്താണ് കിടക്കുന്നത്. അപ്പോൾ വലതുവശത്തൂടെ വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് വാഹനങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാഹനത്തിൻ്റെ ഡോറിലേക്ക്, അതായത് ഡ്രൈവർ സീറ്റിലെ ഡോറിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. അതേപോലെ ഡോറിൻ്റെ ലോക്കിൽ പിടിക്കുന്നതിന് മുമ്പ് വീണ്ടും ലെഫ്റ്റ് സൈഡ് നോക്കണം. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം കഷ്ടിച്ചൊരു ഡ്രൈവർക്ക് തുറന്ന് അകത്ത് പ്രവേശിക്കാനുള്ള സ്പേസ് മാത്രം തുറന്ന് വണ്ടിക്കകത്തേക്ക് പ്രവേശിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഡോർ ഓവറായിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ ഒരു വാഹനത്തിനകത്ത് പ്രവേശിച്ചാൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഡോറെല്ലാം അടഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം വാഹനത്തിൻ്റെ ഡോറ് അടഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ ഇൻഡിക്കേഷൻ ഉണ്ടാകും. അതേപോലെ മേളിൽ ലൈറ്റ് ഡോറ് തുറന്നു കിടക്കുകയാണെങ്കിൽ ഇവിടെ വാണിംഗ് ലൈറ്റ് കത്തി കിടക്കും. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡോറ് തുറന്നു കിടക്കുകയാണെങ്കിൽ അലാറം കേൾക്കാനുള്ള സാധ്യത മിക്കവാറുള്ള ഇപ്പോഴത്തെ മോഡേൺ വാഹനങ്ങളിലെല്ലാം അത്തരത്തിലുള്ള കുറേ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഡോറ് ചെക്ക് ചെയ്യുക. അതേപോലെ സീറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം. സീറ്റ് കറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സീറ്റിന് തന്നെ 3 പൊസിഷനുണ്ട്. അതായത് സീറ്റിൻ്റെ ബേസ് ഉണ്ട്, ബാക്ക് ഉണ്ട്, ഹെഡ് റെസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാ ഭാഗങ്ങളും നമ്മളെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടത് സൈഡ് ഇടത്ത് കൈവച്ചിട്ട് നമുക്കിവിടെ ലോക്കുണ്ട്. ലോക്കിൽ പിടിച്ചിട്ട് നമ്മൾ ഇഷ്ടത്തിന് സീറ്റ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സീറ്റ് കറക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ റിസ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് റിസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ മേലിൽ കിട്ടുന്നുണ്ടോ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇടത്തെ കാല് വെച്ച് ക്ലച്ച് കൊട്ടുമ്പോൾ ഇടത്തെ കാലിന് 120 ഡിഗ്രി ബെൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടത്തിന് സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റിയറിങ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ക്ലോക്ക് വൈസ് ആണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. ക്ലോക്കിൽ 9-3 എങ്ങനെയാണോ, അതായത് 9 ഇവിടെയും 3 ഇവിടെയും ആ ഒരു പൊസിഷനിലാണ് നമ്മൾ കൈ സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടത്. അതേപോലെ സീറ്റ് ഇപ്പോൾ മോഡേൺ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡുകളും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതേപോലെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് പലർക്കും സീറ്റ് ബെൽറ്റ് കറക്റ്റ് ഇടാൻ അറിയത്തില്ല. സീറ്റ് ബെൽറ്റ് നമ്മളിങ്ങനെ ഇതിൻ്റെ ബക്കിളെ പിടിച്ചിങ്ങനെ വലിച്ചതിന് ശേഷം ബെൽറ്റിൽ നല്ലോണം ടെമ്പർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലോക്കിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടിയുടെ മിററെല്ലാം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രധാനമായിട്ടും ഈ വാഹനത്തിന് 3 മിററാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ മിററുണ്ട്, സെൻറ്റർ മിററുണ്ട്, റൈറ്റ് മിററുണ്ട്. അപ്പോൾ ഈ മിററെല്ലാം കറക്റ്റ് നമുക്ക് കാണുന്ന രീതി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഒരു ഫുൾ മിററിൻ്റെ 1/3 ഭാഗം നമ്മളെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ 2 ലോക്കും കാണത്തക്ക രീതിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വിഷ്വൽ കിട്ടും. അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നമുക്ക് അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെ DSSM എന്നാണ് ഈ വണ്ടിക്ക് കോക്പിറ്റിലിൻ്റെ നമ്മളെ വാഹനത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഷോർട്ട് ഫോമിൽ പറയപ്പെടുന്നത്.